ലതീഷ് ചേരുന്നു. ലതീഷ്, ഒരുപക്ഷെ നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം മനുഷ്യപ്രയത്നം കൊണ്ട് സാധ്യമായി എന്നുള്ളത്, ആ കുടുംബത്തിൻ്റെ ഒരു സന്തോഷം, അബ്ദുൾ റഹീമിൻ്റെ ആ ഒരു മോചനം, ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ആ ഒരു സന്തോഷം അനുഭവിച്ചറിയുകയാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ കാണിച്ച് മലയാളത്തെ, കേരളത്തെ അപമാനിക്കാൻ ശ്രമിച്ചവർക്ക് വലിയ മറുപടിയാണ് ഈ നാട് നൽകുന്നത്. ലതീഷ്, ഷമ്മി, തീർച്ചയായും വലിയ സന്തോഷത്തിലാണ് അബ്ദുൾ റഹീമിൻ്റെ കുടുംബവും അതേപോലെ തന്നെ നാട്ടുകാരും ആക്ഷൻ കമ്മിറ്റിയും. കാരണം 34 കോടി എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു തുകയല്ല. അത് ഒരു കട്ട് ഓഫ് ഡേറ്റ് തീരുമാനിച്ച് ഈ മാസം ഏപ്രിൽ 16-ാം തീയതി ആകുമ്പോഴേക്കും അത് സ്വരൂപിക്കുക എന്ന് പറയുന്ന വലിയ ഒരു ദൗത്യം തന്നെയാണ് ഈ അബ്ദുൾ റഹീമിൻ്റെ സഹായ കമ്മിറ്റി ഏറ്റെടുത്തത്. അത് കേരളത്തിലും അതേപോലെ തന്നെ വിദേശത്തും, പ്രത്യേകിച്ച് സൗദിയും മറ്റ് ഗൾഫ് നാടുകളിലുമെല്ലാം ഒരേപോലെ തന്നെ പ്രവർത്തിക്കാവുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു സംഘാടന മികവ് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആ നിലയിൽ അത് ജനങ്ങളിലേക്കെത്തി, മലയാളികളിലേക്കെത്തി. വലിയ തോതിലുള്ള ഒരു സ്വീകാര്യത ഈ ഒരു അദ്ദേഹം നേരത്തെ നമ്മളോട് സംസാരിച്ച ഈ കമ്മിറ്റി ഭാരവാഹികൾ സൂചിപ്പിച്ച പോലെ തന്നെ അതിനൊരു സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി ഒരു മൊബൈൽ ആപ്പ് തന്നെ ഉണ്ടാക്കുന്നു. അതിൽ നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് പണം സഹായമായി നൽകുന്ന ആളുകൾക്ക് അത് ആ സമയത്ത് തന്നെ റെസിപ്റ്റ് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നു. ഒപ്പം ഒരാൾ പണം നിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനകത്തേക്ക് പണം നൽകാൻ തയ്യാറാകുമ്പോൾ അതിലാകെ വന്ന തുക എത്രയാണെന്ന് പണം നിക്ഷേപിക്കുന്ന ആൾക്ക് തന്നെ മനസ്സിലാകുന്ന രീതിയിലേക്ക് അത്രയും സുതാര്യമായി, ഒപ്പം മറ്റ് നടപടിക്രമങ്ങളെല്ലാം, നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും RBI ഉൾപ്പെടെയുള്ളവരുടെ അംഗീകാരത്തോടുകൂടി, കാരണം 34 കോടിയാണ് സ്വരൂപിക്കേണ്ടത്, ഇന്ത്യൻ എംബസി വഴി തന്നെ ഇത് കൈമാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് ഈ ഇവിടെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ആ നടപടികൾ പൂർത്തിയാക്കിയത്. അതിന് മനസ്സറിഞ്ഞ ഒരു പിന്തുണ മലയാളികൾ നൽകി. ഇതാണ് യഥാർത്ഥ കേരളം, ഇതാണ് മലയാളികളുടെ മനുഷ്യത്വപരമായ ഒരു സ്നേഹപ്രകടനം എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി സ്വരൂപിച്ച ഈ 34 കോടി രൂപ കൈകളിലെത്തുമ്പോൾ അവർക്ക് പറയാൻ കഴിയുന്നത്, ഇനി ആരും പണം നിക്ഷേപിക്കരുത് എന്ന് ഈ ആക്ഷൻ കമ്മിറ്റി ഇന്നലെ പരസ്യമായി പറയുന്നതിലേക്ക് കാര്യങ്ങളെത്തി. കാരണം ഞങ്ങൾ ഇന്ന് വീട്ടിൽ പോയപ്പോൾ പറഞ്ഞത്, അവിടെ തുകയുമായി ഇന്നലെയും ആളുകൾ എത്തിയിരുന്നു. അവരോടൊന്നും ഇനി പണം ആവശ്യമില്ല, തൽക്കാലത്തേക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മടക്കി അയക്കുകയായിരുന്നു എന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. ആ നിലയിലുള്ള വലിയ ഒരു പിന്തുണ, കേരളത്തിൻ്റെ പിന്തുണ, മലയാളികളുടെ വലിയൊരു മനസ്സ്, അതാണ് നമുക്ക് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ജാതിയോ മതമോ വർഗമോ രാഷ്ട്രീയമോ ആ തരത്തിലുള്ള എല്ലാ വേർതിരിവുകളും മാറ്റിവെച്ചുകൊണ്ട് ഇതാണ് യഥാർത്ഥ കേരളമെന്നും ഇതാണ് മലയാളിയുടെ അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സ് എന്നും വിളിച്ചോതുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നത്. 34 കോടി രൂപ ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ സ്വരൂപിച്ചത് കേരളത്തിൽ തന്നെ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. ഇത്രയും വലിയൊരു തുക ഒരാളുടെ ജയിൽ മോചനത്തിനായി മലയാളി മനസ്സറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ സ്വരൂപിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ സന്തോഷത്തിലാണ് അബ്ദുൾ റഹീമിൻ്റെ ഉമ്മ ആമിനയും അതേപോലെ തന്നെ സഹോദരങ്ങളും അടങ്ങിയ അവരുടെ കുടുംബം. ആളുകൾ നിരവധിയായി ഇപ്പോഴും വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ, അവരെ ആശ്വസിപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇവരുടെ മുമ്പിലുള്ള കടമ്പ എന്ന് പറയുന്നത് ഈ പണം ഇന്ത്യൻ എംബസി വഴി സൗദി ബാലൻ്റെ ആ കുടുംബത്തിന് കൈമാറുക എന്നതാണ്. 2006-ലാണ് റഹീം വിദേശത്തേക്ക് റിയാദിലേക്ക് പോകുന്നത്. ഡ്രൈവർ വിസയിലാണ് പോകുന്നത്. ഈ നാട്ടിലും ഡ്രൈവറായി ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ആണ് റഹീം വിദേശത്തേക്ക് പോകുന്നത്. അവിടെ സ്പോൺസറുടെ മകൻ ഇദ്ദേഹത്തിൻ്റെ ഒരു കൈപ്പിഴ മൂലം മരിക്കാനിടയാകുന്നു. അസുഖബാധിതനായിരുന്നു കുട്ടി. ആ കുട്ടിക്ക് ഭക്ഷണം ഉൾപ്പെടെ എടുത്തു നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നിലയിൽ ഭക്ഷണം കൊടുക്കുന്ന ഘട്ടത്തിലാണ് ലതീഷ്, ഈ 34 കോടി രൂപ എന്ന് കേൾക്കുമ്പോൾ സാധാരണ നമ്മൾക്ക് എല്ലാവർക്കും ഇത് അപ്രാപ്യമായ ഒരു തുകയാണ്, സാധ്യമാകുമോ എന്നൊരു സംശയം വല്ലാതെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. പക്ഷേ എത്ര പെട്ടെന്നാണ് ആ ഒരു തുക നമ്മൾ കണ്ടെത്തിയത്. ഒരുപക്ഷെ 2018-ലെ പ്രളയം കഴിഞ്ഞതിന് ശേഷം, 2018-ലെ പ്രളയം കഴിഞ്ഞ് മുഴുവൻ മുങ്ങിപ്പോയതിന് ശേഷം ആ വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഈ ചെങ്ങന്നൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ പോയിട്ടുള്ളവർക്കറിയാം,
ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ സഹായവുമായി ഈ പ്രദേശങ്ങളിലേക്ക് വരിയായി എത്തുകയാണ്. ആൾക്കാർക്ക് ഭക്ഷണപ്പൊതിയായും വസ്ത്രമായും മറ്റ് സഹായങ്ങളായും എവിടുന്നൊക്കെയോ ആൾക്കാർ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിലും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ 34 കോടി രൂപ എത്ര ഭംഗിയായി എത്ര പെട്ടെന്ന് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മലയാളിയുടെ ആ ഒരു ഐക്യത്തിൻ്റെ ആര് നൽകി, എന്ത് നൽകി എന്നൊന്നുമില്ല, ആരൊക്കെയോ ഈ നാട്ടിലെ മനുഷ്യസ്നേഹികളായ ആൾക്കാർ നൽകി എന്നുള്ളതാണ്. ആ ഉമ്മയുടെ ഒരു പ്രതികരണം, അതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഉമ്മയുടെ ആ ഒരു മുഖത്തിൻ്റെ ആ ഒരു സന്തോഷം, 18 വർഷമായി ജയിലിൽ കഴിയുന്ന ഒരു മകനെ, മരണം കാത്ത് കഴിയുന്ന ഒരു മകനെ വിട്ടുകിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഉമ്മയുടെ സന്തോഷത്തിനേക്കാൾ വലുതായി എന്തുണ്ട് എന്നൊരു ചോദ്യം തന്നെയാണ് ഇതിനുള്ള മറുപടി, ഈ 34 കോടി രൂപയ്ക്കുള്ള ഒരു മറുപടി. ലതീഷ്. തീർച്ചയായും അത് നമ്മൾ നേരത്തെ ഷമി പറഞ്ഞ പോലെ തന്നെ പ്രളയഘട്ടത്തിൽ കേരളം മലയാളികൾ എങ്ങനെ അകമഴിഞ്ഞ് മറ്റുള്ളവരെ, ഈ വേദന അനുഭവിക്കുന്നവരെ അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നവരെ സഹായിച്ചോ ആ നിലയിലുള്ള ഒരു വലിയ പ്രവർത്തനം തന്നെയാണ് ഇവിടെയും നടന്നതെന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ചെറിയ തുക മുതൽ ലക്ഷങ്ങളും കോടികളും വരെ ഈ ഉദ്യമത്തിനായി, ഈ സംരംഭത്തിനായി സംഭാവന ചെയ്ത നല്ല മനസ്സുകൾ, നല്ല മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട്, വിദേശത്തുണ്ട്.